വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലേബി ക്യുസീൻ. ഞാൻ ജിബി ജിജോ. അപ്പം നമുക്കിന്ന് അടിപൊളിയായിട്ടൊരു ഫിഷ് കറി തന്നെ അങ്ങ് തയ്യാറാക്കാം. ഒരു പച്ചമാങ്ങയൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലൊരു ഫിഷ് കറി തയ്യാറാക്കാം. അപ്പത്തിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ചോറും ചപ്പാത്തിയും ഒന്നും മാറ്റി നിർത്തേണ്ട കേട്ടോ, അതിൻ്റെ കൂടെ നല്ലത് തന്നെയാണ്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് അപ്പമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കണോടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ കിട്ടുന്നതായിരിക്കും. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇൻഗ്രീഡിയൻസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഒരു 500 ഗ്രാം നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഇനി വേണ്ടുന്നത് നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇവിടെ എനിക്ക് കിട്ടിയ മാങ്ങയ്ക്ക് ഇച്ചിരി പുളി കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ പകരത്തിന് ടൊമാറ്റോ ഇവിടെ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മാങ്ങ ഉണ്ടായിരുന്നു. 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി ചതച്ചത് ഏകദേശം 1 ടേബിൾ സ്പൂൺ. പിന്നെ ചുമന്നുള്ളി അരിഞ്ഞതാണ്. ഇതൊരു കുറച്ച് സാമാന്യം വലിപ്പമുള്ള ചുമന്നുള്ളിയായിരുന്നു. അതൊരു 10 എണ്ണമാണ് ഞാൻ എടുത്തിരുന്നത്. പിന്നെ ഇനിയും വേണ്ടുന്നത് വലിയ ടൊമാറ്റോ ആണ്. ടൊമാറ്റോ അത്യാവശ്യമല്ല. നിങ്ങളുടെ മാങ്ങയ്ക്ക് പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ഒഴിവാക്കാം. പുളി കുറവാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക ടൊമാറ്റോ. കപ്പ് തേങ്ങ വേണം. നമുക്ക് തേങ്ങയും കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ടൊരു പേസ്റ്റ് തയ്യാറാക്കണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ മസാലയുടെ അളവൊക്കെ പറയാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അതൊക്കെ കറിക്കൊരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഇത് നല്ലതുപോലെ അരച്ച് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കാം. തേങ്ങ ആദ്യം തന്നെ പൾസ് മോഡിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ തേങ്ങ നല്ല ഒരു മഷി രൂപത്തിൽ വേണം. നല്ല സ്മൂത്തായിട്ടൊരു പേസ്റ്റ് ആയിരിക്കണം. ആ ഒരു രൂപത്തിൽ കിട്ടത്തില്ല. ഞാനിവിടെ ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ 1 കപ്പ് വെള്ളം ചേർത്തിരുന്നു. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ചട്ടി വെച്ച് എണ്ണ ഞാൻ ഒഴിച്ചു. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, ചുമന്നുള്ളി അരിഞ്ഞു വെച്ചത് ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. അതായത് ഇതിനകത്ത് ചുവന്നുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ആ ഒരു പച്ചക്കുത്തൽ മാറണം. അതൊരു വാടി വന്നാൽ മതിയാവും. ആ ഒരു പരുവത്തിന് ആക്കിയെടുക്കാം. അതെ, ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം കറിവേപ്പില ഇടാതെ ഇപ്പം കറിവേപ്പില ഇടുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് അതിൽ നിൽക്കും. അല്ലെങ്കിൽ ആ എണ്ണയിൽ അത് മൊരിഞ്ഞിട്ട് ആ ഒരു ഫ്രഷ് ടേസ്റ്റ് ഉണ്ടല്ലോ, അത് കിട്ടത്തില്ല. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ചെറുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടാണ് അരച്ചത്, ബട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റാണ്. നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു വായിൽ തേങ്ങയുടെ പീസൊന്നും തടയത്തില്ല. ആ രീതിയിലുള്ള ഒരു പേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് ഈ പേസ്റ്റ്, നമ്മുടെ കോക്കനട്ട് പേസ്റ്റ് വേവിച്ചെടുക്കണം. അതിലുള്ള ആ മസാലയുടെയൊക്കെ കുത്തലൊന്നും പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുത്ത് അതിനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റോളം ഞാൻ ഈ തേങ്ങ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ആ ഇളക്കുന്നതിൽ നിന്ന് മനസ്സിലാവില്ല, അതിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ മയമൊക്കെ പോയിട്ട് അത് നല്ല പോലെ കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങയും തക്കാളിയും നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ മാങ്ങ എടുത്തിട്ട് പുളി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിന് പുളിപ്പ് കുറവാണെങ്കിൽ മാത്രം തക്കാളി ഉപയോഗിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഈ കറി ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളി പോരാ എന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും തക്കാളി വേണമെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കുക. അതേപോലെ ഇനിയും ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും ഈ സമയത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മളിനി മീൻ ചേർക്കാനുണ്ട്. അപ്പോൾ അത് ഓർത്തിട്ട് മീനും കൂടെ വേണ്ടുന്ന രീതിയിൽ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും.
ഞാനിവിടെ ഇപ്പോൾ ഉപ്പാണ് ചേർത്തത്. ഉപ്പ് പോരായിരുന്നു, അപ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാണ്. നമ്മുടെ കറി ഇവിടെ ആ ഒരു ഉപ്പൊക്കെ പരുവത്തിനായിട്ട് ഇരിപ്പുണ്ട്, തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി മീൻ ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് മീൻ വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പം മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പം ആ കറിയൊക്കെ ഒന്ന് നമ്മുടെ പാകത്തിന് കുറുകി വരും. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, അതോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ വെന്തതാണ്, ഇളക്കുമ്പോൾ സൂക്ഷിക്കണം. ഈ ചട്ടിക്ക് വെയിറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഷേക്ക് ചെയ്ത് ഇളക്കാതെ ഇങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ തെള്ളി ഇളക്കുന്നത്. സൂക്ഷിച്ച് ഇളക്കുക, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോവും. നിങ്ങൾക്ക് വേണ്ടുന്ന പാകത്തിൽ കറി കുറുക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ കറിയൊക്കെ കുറുകിയിട്ട് പാകത്തിനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കൊരു ടേസ്റ്റിനായിട്ട് നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് അതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം പാകമായിട്ടുണ്ട്. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല, വെളിച്ചെണ്ണ ചേർത്തിട്ട് തിളപ്പിക്കേണ്ട. നമുക്ക് ആ പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് ലാസ്റ്റിൽ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇനി തിളപ്പിക്കേണ്ട. നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മാങ്ങയിട്ട നെയ്മീൻ കറിയാണിത്. പരുവത്തിന് പുളിയൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി മീൻ കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ട വിഭവത്തിൻ്റെ കൂടെ തയ്യാറാക്കി കഴിക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്